അതെ, കാന്താരി അരച്ച് തേങ്ങയും കൂടി ഇട്ട്. പച്ചമുളകിന് പകരം കാന്താരി ആയിരിക്കും. കാന്താരി മുളക്. എനിക്ക് ഇവിടുത്തെ പഴംപൊരിയും ബീഫും ഇഷ്ടമായി. പഴംപൊരിയും ബീഫും പല സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ പുതുമ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാൽ ഈ കാന്താരി കപ്പയ്ക്ക് അത് സൂപ്പറാണ് കേട്ടോ. അതാണ് എനിക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നമസ്കാരം. ഇഷ്ടം പോലെ വാഴപ്പഴങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴങ്ങൾ അതിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കുറേ എണ്ണം താഴെ അടുക്കി വെച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ബോളി ആവാനായിട്ടുള്ളതാണ്. പഴംബോളി അല്ലെന്നുണ്ടെങ്കിൽ പഴംപൊരി അല്ലെന്നുണ്ടെങ്കിൽ ഏത്തക്കാപ്പം. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഏത്തക്കാപ്പം എന്ന് പറയും. ഇവിടെ പഴംബോളി എന്നാണ് പറയുന്നത്, ഇവിടെ ബോളി എന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ കൊച്ചി ഭാഗത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് പഴംപൊരിയാവും. ഏതായാലും പഴംപൊരിയും ബീഫും കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മഞ്ഞ കളറുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഏത്തക്കൊള്ളകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതും ആ പഴയ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പാലായിൽ മോഹനൻ ചേട്ടൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് ആ കോവിഡ് കഴിയുന്ന സമയത്ത് ചെയ്തതാണ്. ഇപ്രാവശ്യം ഇവിടുന്ന് കാന്താരി കപ്പ കഴിക്കണമെന്നുണ്ട്. അന്നേരം റെഡി ആവുകയാണെങ്കിൽ കഴിക്കാം. ഏതായാലും പഴംപൊരിയും ബീഫും ഇവിടുത്തെ സ്പെഷ്യലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേന് പഴംപൊരി ഞാൻ കഴിച്ചിരുന്നു, ബീഫിൻ്റെ ചാറ് മറ്റേ കഴിച്ചുള്ളൂ. പക്ഷേ ചിക്കൻ കറിയാണ് കഴിച്ചത്. കാരണം അന്നേരം എനിക്ക് അലർജി നല്ലതായിട്ട് ഉണ്ടായിരുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്. അലർജി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അലർജി ഉണ്ട്, അത് കൂടെപ്പുറപ്പാണ്. പക്ഷേ അത് മാറിയിട്ട് അതിനൊന്ന് സെറ്റിലാക്കി വെക്കുന്നുണ്ട്. ബീഫ് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യാനായിട്ട്. ഏതായാലും പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അവിടെ എണ്ണ തിളച്ച് ചൂടായി നിൽപ്പുണ്ട്. നമുക്ക് പോയി നോക്കാം, വാ. വേണ്ടേ, നമ്മൾ ഇവരുടെ അടുക്കളയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ പഴംപൊരി കുറേയൊക്കെ റെഡി ആയിരിപ്പുണ്ട്. ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. വിറകടുപ്പാണ്. ഇവിടെ പഴംപൊരി റെഡിയാവുന്നു, ഇപ്പുറത്തെ കാന്താരി കപ്പ റെഡിയാവുന്നു, ഇപ്പുറത്തെ പോർക്ക് റെഡിയായി ഇരിപ്പുണ്ട്. പഴംപൊരിയുടെ കൂടെ ബീഫും പഴംപൊരിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ. ഏത്തക്കൊല ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത്തക്കൊല റെഡിയാക്കുന്നു, തൊലി കളയുന്നു, ചെത്തുകയല്ല, നൈസായിട്ടൊന്ന് മുറിക്കുന്നു. മുറിച്ചതിന് ശേഷം അത് ബാറ്ററിൽ മുക്കി ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അന്നേരം നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രെയിലോട്ട് മാറ്റി ആൾക്കാർക്ക് കൊടുക്കുന്നു. അതാണ് പരിപാടി. ഇനിയിപ്പോൾ കാന്താരി ചിക്കൻ്റെ കാര്യമുണ്ട് ചോദിക്കാം. അനൂപേട്ടനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചായ അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നീട്ടി അടിക്കുന്ന ചായകൾ അത് ഒരു സൈഡിൽ ഇങ്ങനെ അടിച്ചു പോകുന്നു. അനൂപേട്ടനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴും അനൂപേട്ടനുമായിട്ട് സംസാരിച്ചതാണ്. ഇപ്രാവശ്യവും നമ്മളിത് അനൂപേട്ടനുമായിട്ട് സംസാരിക്കുന്നു. അനൂപേട്ടാ, എന്തുണ്ട് വിശേഷങ്ങൾ? എന്തുണ്ട്, അങ്ങനെ ഓടിപ്പോകുന്നു ഓരോ ദിവസവും. ഇത് ഉച്ചക്കത്തെ ഊണിനാണോ? ഇത് ഊണിൻ്റെയാണ്. ഊണിൻ്റെ ഇത് ക്യാബേജ് തോരൻ അല്ലേ? ഊണിന് എന്തൊക്കെയാണ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത്? ഊണിന് സ്പെഷ്യലായിട്ട് ചെമ്മീനൊക്കെ ഉള്ളൂ. പിന്നെ വെജിറ്റബിൾ ഉണ്ട്. വെജിറ്റബിൾ തോരന്, അച്ചാറ്, കൂട്ടുകറി, അങ്ങനെയൊക്കെയുള്ള. ഇവിടുത്തെ മോര് ഭയങ്കര സ്പെഷ്യലാണെന്നാണ് കേട്ടിരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഇവിടെ മോര് അടിപൊളിയാണ്. തൈര് കലക്കി വെള്ളം ഒഴിക്കുന്നില്ല. മോരാണ്. പിന്നെ ഈ കാന്താരി കപ്പയില്ലേ, അത് എപ്പോഴത്തേനും റെഡി? അത് രാവിലെ മുതലുണ്ടോ? കാന്താരി കപ്പ സാധാരണ 9 മണിയാകുമ്പോൾ ആകുന്നതാണ്. ഇച്ചിരി താമസമായി കൂടുതലുള്ളതുകൊണ്ട്. ഇന്ന് ഇച്ചിരി താമസമായി, ഞായറാഴ്ച ആയതുകൊണ്ട്. കാന്താരിക്കപ്പത്തെ ഇപ്പുറത്ത് റെഡിയാകുന്നുണ്ട്. അത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാകുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാന്താരിക്കപ്പയും കഴിക്കും, അതേപോലെ തന്നെ പഴംപൊരിയും കഴിക്കും, ബീഫും കഴിക്കും. അനുപേട്ട, ഈ കാന്താരിക്കപ്പ എന്ന് പറയുമ്പോഴേ കാന്താരി ചേർത്താണോ നമ്മൾ ചെയ്യുന്നത്? അതെ, കാന്താരി അരച്ച് തേങ്ങയും കൂടി ഇട്ട്. പച്ചമുളകിന് പകരം കാന്താരി ആയിരിക്കും. കാന്താരി മുളക്. കുമ്പമുളകിന് പകരം. സാധാരണ എല്ലായിടത്തും കുമ്പമുളക്. നമ്മളത് കാന്താരി മുളക് അങ്ങ് ചേർക്കാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വിറകടുപ്പിൻ്റെ മൂട്ടിൽ നിന്ന് പാചകം ചെയ്യുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മൾ വന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ രുചി ആസ്വദിച്ച് അങ്ങ് നമ്മൾ പോവുക ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലെ അധ്വാനം എന്ന് പറയുന്നത് ചെറിയ അധ്വാനമൊന്നുമല്ല. ഇപ്പം കപ്പ ഏകദേശം വേവിച്ചതിന് ശേഷം അതൊന്ന് കോരി വെക്കുകയാണ്. കോരിയതിന് ശേഷം അത് ഉടച്ച് മറ്റേ മസാലകളെല്ലാം കൂടെ അരപ്പിൻ്റെ കൂടെ ചേർക്കും അല്ലേ? അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ വഴിയേ വരും. എന്തോ തേങ്ങായും കാന്താരി മുളകും ചുവന്നുള്ളി ഉണ്ടാവില്ലേ? ഇതെല്ലാം ഉണ്ടാവും.
ഓക്കെ, അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഈ ചൂടിൻ്റെ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നു, പുറത്തു പോയിരിക്കുന്നു, റെഡിയായി കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കാന്താരി ചിക്കൻ എന്നാണ് വായിൽ വരുന്നത്. ശരിക്കും കാന്താരി കപ്പ റെഡി ആയിട്ടുണ്ട്. കാന്താരി കപ്പ എന്ന് പറയുന്നത് പച്ചമുളകിന് പകരം കാന്താരി ഇതെടുത്തു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിക്കറി, നാടൻ കോഴിക്കറി കഴിക്കാം, മീൻ കറി ആവുന്നേ ഉള്ളൂ. അതല്ല പോർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോർക്ക് കഴിക്കാം, ബീഫ് കറി വേണമെന്നുണ്ടെങ്കിൽ ബീഫ് കറി കഴിക്കാം. നമ്മൾ കാന്താരി കപ്പയിൽ നിന്ന് അങ്ങ് തുടങ്ങുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴംപൊരി എന്ന് പറയുമ്പോൾ ഒരു സ്വല്പം മധുരം കൂടെ ഒക്കെ വരുന്നതല്ലേ. പഴംപൊരിയാണ് ഇവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സാധനം എന്ന് പറഞ്ഞാലും നമ്മൾ കാന്താരിക്കപ്പയിൽ നിന്ന് അങ്ങ് തുടങ്ങാണ്. ഒരു സ്വല്പം കാന്താരിക്കപ്പ എടുത്ത് അതിൻ്റെ കൂടെ ഞാൻ കോഴിക്കറി, ഏതാ കോഴിക്കറി വേണോ ബീഫ് കറി വേണോ ജോമന്? ബീഫ് കറി എന്നാ ഇതാ ബീഫ്. ജോമൻ അങ്ങനെ ബീഫ് കറിയുടെ ആ ചാറും കഷ്ണങ്ങളും എല്ലാം കൂടെ കാന്താരിക്കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ബീഫ് കറി ഇപ്പുറത്തോട്ട് മാറ്റി വെക്കുന്നു. ഞാനൊരു സ്വല്പം നാടൻ കോഴിക്കറി എന്നാണ് പറഞ്ഞത്. നാടൻ കോഴിക്കറി നല്ല ചുവന്നിരിക്കുന്ന കോഴിക്കറി. ഇഷ്ടംപോലെ എണ്ണ ഇങ്ങനെ ഓടി നടപ്പുണ്ട്. അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു സ്വല്പം കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഞാൻ ആ കോഴിക്കറി കൂട്ടി കപ്പ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ആദ്യം കപ്പ തന്നെ എടുത്ത് കഴിക്കാം. കാന്താരി കപ്പ, കാന്താരിയുടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കണം. കാന്താരിയുടെ ടേസ്റ്റ് ഉണ്ട്, കപ്പയുടെ രുചിയുണ്ട്, അടിപൊളി. സാധാരണ ഒരു കപ്പ കഴിക്കുന്ന, നമ്മൾ കപ്പ വേവിച്ച് കഴിക്കുന്നതിൻ്റെ ആ ടേസ്റ്റിൽ നിന്നും മാറ്റമുണ്ട് കേട്ടോ. കാന്താരിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കാന്താരി ചമ്മന്തിയിൽ മുക്കി കഴിക്കുന്നു, ഇത് കാന്താരി ചമ്മന്തിയിൽ മുക്കാതെ കാന്താരിയുടെ ടേസ്റ്റ് കിട്ടുന്നു. എങ്ങനെയുണ്ട് സംഭവം? ബീഫിൻ്റെ കൂടെ സംഭവം അടിപൊളിയാണ്. നമ്മൾ വീട്ടിൽ കപ്പ വേവിക്കുന്നതാണ്, പക്ഷേ കാന്താരി ഇട്ട് വയ്ക്കുന്ന ആ കാന്താരിയുടെ ഒരു ടേസ്റ്റും എല്ലാം കയറി വരുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ച ബീഫ് കറിയാണ്, അടിപൊളിയാണ്. അതിൻ്റെ ടേസ്റ്റൂടെ കയറി വരുമ്പോൾ പൊളിയാണ്, സൂപ്പറാണ്. അപ്പം ഞാൻ നാടൻ കോഴിക്കറിയോടെ കൂടെ കഴിക്കട്ടെ. നാടൻ കോഴിക്കറിയും കപ്പയും കൂടെ കൂട്ടി ആ കപ്പയിൽ ആ കോഴിച്ചാറൊന്ന് മിക്സ് ആക്കിയിട്ട് പിടിക്കാം. ചേട്ടാ, ഇത് നാടൻ കോഴി തന്നെയാണോ? ബ്രോയിലർ കോഴി നാടൻ രീതിയിൽ ചെയ്തതാണോ? നാടൻ കോഴിയാണോ? ഓ ഓക്കെ, ഒറിജിനൽ നാടൻ കോഴി, നാടൻ രീതിയിൽ പാചകവും. അതേ ഒന്ന് ക്ലാരിഫൈ ചെയ്യാമായിരുന്നു. കാരണം പലയിടത്തും നമുക്ക് നാടൻ കോഴിക്കറി എന്ന് പറയുമ്പോഴത്തേന് നാടൻ രീതിയിൽ ബ്രോയിലർ ചിക്കനൊക്കെ കോഴിക്കറി ആക്കി തരുന്നതുണ്ടാവും. പക്ഷേ ഇത് നാടൻ കോഴി തന്നെ നാടൻ രീതിയിൽ പാചകം ചെയ്യുന്നതാണ്. അപ്പം അതൊരു സ്വല്പം ഇങ്ങനെ എടുത്തു. ഓ, കോഴിക്കറി അപാര ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കോഴിക്കറി എങ്ങനെ കപ്പയുടെ കൂടെ അങ്ങോട്ട് നന്നായിട്ട് പോകുമെന്ന്. അടിപൊളിയാണ്. നമുക്ക് മീൻകറി തന്നെ വേണമെന്നില്ല, ഇത് നല്ല സൂപ്പർ കോമ്പിനേഷൻ. അതിൻ്റെ ആ കാന്താരിയുടെ ടേസ്റ്റും എല്ലാം ആയിട്ട് അടിപൊളി. കപ്പയ്ക്ക് നല്ലൊരു ടേസ്റ്റ്, മുളക് അരച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കട്ടൻ ചായ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കട്ടൻ ചായ, ഓ നല്ല ചൂട് കട്ടൻ ചായ, എരിവുള്ള നാക്കിലേക്ക്, നല്ല എരിവ് നിറഞ്ഞു നിൽക്കുന്ന നാക്കിലേക്കാണ് വന്നത്. ഓ, കാന്താരിയുടെ ഒക്കെ ആ ഫീലിങ്സ് നമുക്ക് ഫുള്ളായിട്ട് എടുത്ത് കിട്ടും. അപ്പം ഇനിയിപ്പം ബീഫും പഴംപൊരിയും കൂടെ കഴിക്കണം. പഴംപൊരിയും ബീഫും കൂടെ. അത് ആ കപ്പ അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ അന്നേരം ഒരു പഴംപൊരി എടുക്കുക, ബീഫിൻ്റെ ചാറ് ഒഴിക്കുക, കഴിക്കുക. ഞാൻ പഴംപൊരി ചിക്കനും കൂടെ കഴിക്കും. മുമ്പേ ബീഫാണ് കഴിച്ചല്ലേ? ഞാൻ ഇടയ്ക്കൊന്ന് കഴിക്കുന്നതാണ്. പഴംപൊരി ബീഫും കഴിക്കുന്നതാണ്. നാടൻ കോഴി കൂട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല. ഒന്ന് കഴിച്ചു നോക്ക്. അതെ, പാലായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴംപൊരിയും ബീഫും കിട്ടുന്ന കടയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി. ചേട്ടാ ഒരു മിനിറ്റ്, ഇതിൻ്റെയൊക്കെ വിലയും കൂടെ ഒന്ന് പറയോ? പഴംപൊരി 14, ബീഫ് സിംഗിൾ 70, ഫുള്ള് 100. ഇതോ? ചിക്കൻ നാടൻ കോഴി. മറ്റേതാണെങ്കിൽ 50, 70, 100. ഇതൊക്കെയാണ് വില വിവരങ്ങൾ. കപ്പ 40 രൂപ, കാന്താരി കപ്പ 40 രൂപ ഒരു പ്ലേറ്റ്, പഴംപൊരി 14 രൂപ, ബീഫ് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ 70, ഫുൾ ആണെന്നുണ്ടെങ്കിൽ 100, നാടൻ കോഴിക്കറി ആണെന്നുണ്ടെങ്കിൽ 150, 150 രൂപ. ഇതാണ് വില വിവരങ്ങൾ. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ജോമനെ പറഞ്ഞേ? വള്ളിച്ചിറ.
നമ്മൾ എറണാകുളത്തു നിന്ന് വരുമ്പോൾ പാല ടൗണിൽ എത്തുന്നതിന് മുമ്പ് വള്ളിച്ചിറ ടൗണിലാണ് ഈ വള്ളിച്ചിറ ടൗൺ അല്ല വള്ളിച്ചിറ ജംഗ്ഷനിലാണ് ഈ കട കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കടയെന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വലിയ കടയായിട്ട് പ്രതീക്ഷിക്കരുത്. ചെറിയ കടയാണ്, ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ല ഫുഡ് കിട്ടും. പഴംപൊരിയും ബീഫും കാന്താരി ചിക്കൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അതിന് ബീഫിലേക്ക് അല്ല പഴംപൊരി ബീഫിലേക്ക് വരാം. ഇഷ്ടപ്പെട്ടല്ലേ കാന്താരി ചിക്കൻ? അല്ല വീണ്ടും കാന്താരി ചിക്കന്, കാന്താരി കപ്പ. കാന്താരി ചിക്കൻ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ കാന്താരി ചിക്കൻ എന്നുള്ള പേര് വരും. കാന്താരി കപ്പ, കാന്താരി കപ്പയും കോഴിക്കറിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പം അതെ പഴംപൊരി വേണ്ടേ, നല്ല മുരുമൊരാന്ന് പുറമേ ഇരിക്കുന്ന പഴംപൊരി, അകത്ത് നല്ല പഴുത്ത നേന്ത്രപ്പഴം, അതിൻ്റെ കൂടെ വേണ്ടേ ബീഫ് കറി, നാടൻ രീതിയിലുള്ള ബീഫ് കറി. ഞാൻ ബീഫ് കറി ഒഴിച്ചപ്പോഴത്തേന് ജോമൺ നാടൻ കോഴിക്കറി ആ പഴംപൊരിയുടെ സൈഡിലായിട്ട് വെച്ചിട്ട് അതങ്ങനെ കഴിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനപ്പം പതുക്കെ പഴംപൊരി ഒന്ന് മുറിച്ചിട്ട് ഇതാ ഇത് കണ്ടോ, അതും ആ ബീഫിൻ്റെ കഷ്ണവും ചാറും എനിക്ക് ഇവിടുത്തെ പഴംപൊരിയും ബീഫും ഇഷ്ടമായി. പഴംപൊരിയും ബീഫും പല സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ പുതുമ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാൽ ഈ കാന്താരി കപ്പയ്ക്ക് അത് സൂപ്പറാണ് കേട്ടോ. അതാണ് എനിക്ക് ഇപ്രാവശ്യം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പഴംപൊരി അടിപൊളിയാണ് കേട്ടോ, പഴംപൊരി അടിപൊളിയാണ്. അതിൻ്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബാറ്ററുണ്ട്. അതിനകത്താണെങ്കിലും ജീരകമൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അത് ബീഫിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേന് നല്ലൊരു കോൺട്രാസ്റ്റ്, നല്ല മധുരമാണ് അകത്തെ ആ പഴത്തിന്, നേന്ത്രപ്പഴത്തിന് നല്ല മധുരമാണ്. നല്ല കോൺട്രാസ്റ്റ് ഒക്കെ വന്ന് കൊള്ളാം. ജോമോൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? കാന്താരി കപ്പയാണോ പഴംപൊരിയാണോ കൂടുതൽ ഇപ്രാവശ്യം ഇഷ്ടപ്പെട്ടത്? എനിക്ക് കാന്താരി കപ്പ ഇഷ്ടപ്പെട്ടത്. എന്നെ പോലെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. കാരണം കാന്താരി ഇറക്കുന്നതുകൊണ്ടും നല്ല നാടൻ പച്ചക്കപ്പയാണല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റും ഇത് കൂട്ടി ബീഫും കൂട്ടി കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. നാടൻ പച്ചക്കപ്പയാണ്, നാടൻ മനുഷ്യരാണ്. ഞങ്ങൾക്ക് ഏതായാലും നാടൻ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾ മുമ്പേ സംസാരിച്ചേ മോഹൻ ചേട്ടൻ്റെ അനിയനാണ് സന്തോഷ് ചേട്ടൻ. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക, ഒന്നിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ.